ഫൈനലി രാവിലെ ഇങ്ങനെ എണീച്ച് വന്നിരിക്കുകയാണ്. ഉറക്കപ്പിച്ച് ഇൻ ദ എക്സ്ട്രീം ലെവൽ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ന്യൂസ് കണ്ട സമയത്ത് ഇങ്ങനെ നേരെ കയറി ചെന്ന് ചള്ളടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നത്. അങ്ങനത്തെ ഒരു ന്യൂസാണ് ഇന്നത്തെ വിഷയം. ഞാൻ വായിച്ചു തരാം. ടാർഗറ്റ് തികഞ്ഞില്ല. കൊച്ചിയിൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ പ്രാകൃത തൊഴിൽ പീഡനം. നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി തൊഴിലാളികളോട് ക്രൂരത. പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ശിക്ഷാ നടപടിയെന്ന് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് കമ്പനി. അപ്പം നമ്മളുടെ ഈ പരിപാടി ഒപ്പിച്ചിരുന്ന കമ്പനീൻ്റെ പേരെന്താണ്? ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്. എൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾക്കിങ്ങനെ വലിയൊരു ബാഗും തൂക്കിയിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ കുറേ പ്രൊഡക്റ്റുകളുമായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് വരും. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ സോപ്പ് പൊടി ഉണ്ടാവും, ചിലപ്പോൾ ബാത്റൂം ക്ലീനർ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലെ പാത്രങ്ങളൊക്കെ, കാസറോളൊക്കെ പോലത്തെ പാത്രങ്ങൾ മിക്കപ്പോഴും വീട്ടിൽ വാങ്ങലുണ്ട്. ഇപ്പോൾ ഈവൻ വീട്ടിൽ കുറേ എണ്ണം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു നീല, ഒരു പച്ച, പിന്നെ ഒരു റെഡ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ചൂടുള്ളത് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഞാൻ ആദ്യം നോട്ട് ചെയ്യുന്നൊരു കാര്യം എന്താ പറയുക, എല്ലാവരും ഒരു ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു 18 to 24 വയസ്സിനുള്ളിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെക്കാളും വലിപ്പമുള്ളൊരു ബാഗ് ഇവരെ കയ്യിൽ കാണാൻ പറ്റും, വലിയ ബാഗ്. എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ഇത് വെയിറ്റ് ഇല്ലേന്ന്. അപ്പോൾ എന്നോട് പറയും പ്ലാസ്റ്റിക്കാ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയും ഫുഡൊക്കെ എന്താ ചെയ്യുക, അതിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പം ഇവരിങ്ങനെ എല്ലാവരും കൂടെ ഒരു ഏരിയയിൽ താമസിക്കുക ചെയ്യുക. എന്നിട്ട് നേരെ വണ്ടി കയറും, പലരും പല ഭാഗത്തായിട്ട് ഇറങ്ങിയിട്ട് ഇത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള കുട്ടികളെ കാണാത്ത ആൾക്കാരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാപ്പോഴും വാങ്ങലുണ്ടെന്നൊന്നും ഞാൻ പറയലില്ല, പക്ഷെ വാങ്ങിയിട്ടുണ്ട്, വാങ്ങാണ്ട് നിൽക്കലുമുണ്ട്. കാരണം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാവുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യലില്ല, വാങ്ങലില്ല. അപ്പം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, പെരുമ്പാവൂറുള്ള ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് കമ്പനിയിൽ തൊഴിലാളികൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂസുകൾ ഭയങ്കര വൈറലാണ്. ഇപ്പം ഞാൻ കുറച്ച് ക്ലിപ്പിങ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പച്ചത്തറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെന്റാണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെയാണ്. ഈ ചീഞ്ഞ പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയേക്കണ പഴം വായിക്കും, അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ആ ചീഞ്ഞ പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേളിൽ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടികൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടികൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം, ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താ വെച്ചാൽ അഴിക്കുക, ഇന്നറിലായിരിക്കും നിൽക്കണത്. പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ഹുബൈൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കീഴിലാണെന്ന് പറയും. എന്ത് വൃത്തികേടാ, എന്ത് തോന്നിവാസ. ആദ്യം തന്നെ ഇത് ചെയ്യുന്നവൻ പിന്നെ പ്രാന്താന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇത്രയും വൃത്തികെട്ട പണിഷ്മെന്റ് നമ്മുടെ നിയമത്തിൽ പോലുമില്ല. കൊന്നിട്ടും പീഡിപ്പിച്ചിട്ടും വരുന്നവന് വരെ ചപ്പാത്തിയും പൊറാട്ടയും ഉണ്ടയും കൊടുത്ത് നോക്കുന്ന ഈ ലോകത്താണ് ഇമാതിരി വൃത്തികെട്ടാണ്. ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സൈക്കോപാത്താണ് എന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇവൻ ഈ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതാരാ ചെയ്തത് എന്നറിയാം. ഹുബൈൽ KP. വയനാട്ടുകാരനാ, സന്തോഷം. ഇവൻ്റെ വഴിയിലൊന്നും പോകാത്തല്ല, ഇവൻ്റെ കമ്പനിയിലൊന്നും പണിക്ക് കയറാത്ത. പിന്നെ ഞാൻ കയറിയ പരിപാടിയൊന്നും ചെയ്യില്ല കേട്ടോ. ഓനെ ചവിട്ടി കൂട്ടിയിട്ടാണെങ്കിലും ഞാൻ ഇറങ്ങി പുറത്തോട്ട് വരും. നമുക്ക് ഹുബൈൽ KPയുടെ ഒരു റീല് കണ്ടാലോ? അതിൻ്റെ ഉള്ളിൽ കയറി ഈ 7:45 നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത് പിറ്റേ ദിവസം 9 മണിക്ക് രാവിലത്തെ സർക്കിളും ക്ലാസ്സും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് പറഞ്ഞാൽ. ശേഷം ബാഗും തൂക്കിയിറങ്ങുന്ന കാഴ്ചയാണിത്. സത്യസന്ധമായി പറഞ്ഞാൽ ബാക്കി വീഡിയോ ക്ലിപ്പിങ്സുകളൊക്കെ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി ഈ ന്യൂസ് കണ്ട സമയത്ത്. കാരണം ഒരു മനുഷ്യൻ്റെ ദയനീയതയെ എത്രത്തോളമാണില്ലേ ചൂഷണം ചെയ്യുന്നത്. പണമുണ്ട് എന്ന് കരുതിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെ ഇത്രയും പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കേൾക്കുന്ന ആൾക്കാരുടെ വരെ നെഞ്ച് പിളരുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും ആ കുട്ടികൾ
അല്ലെങ്കിൽ അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ സ്ഥാപനത്തിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ അവരുടെ ദയനീയതയാണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളാണ്. ആ ദയനീയതയും സാഹചര്യവും മുതലെടുക്കുന്ന ഒരാളുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ മനുഷ്യനല്ല, മനുഷ്യ മൃഗമാണ്. സത്യം പറഞ്ഞാൽ ഈ ലീഗൽ സിസ്റ്റത്തിനോടൊക്കെ അൾട്ടിമേറ്റ് പുച്ഛം തോന്നുകയാണ്. ഇത്രയോ ആൾക്കാർക്ക് തൊഴിലില്ലാണ്ട് ഈ ലോകത്തിൽ ഇങ്ങനെ നിന്ന് പ്രൈവറ്റ് ഫേമിൽ പോയിട്ട് ഇങ്ങനെ ചത്ത് നരകിച്ച് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. നല്ല യൂത്താണ് നമുക്കുള്ളത്, അത്രയ്ക്ക് നോളജുള്ള യൂത്ത്. ഈ യൂത്തിനെ എംപവർ ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മളുടെ ഇന്നത്തെ ലീഗൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഔട്ട്പുട്ട് നമ്മളെ ഗവൺമെൻറ്റിന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം പോലും കെട്ടിപ്പടുത്താൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ഗവൺമെൻറ്, എന്തിന് ഈ ഗവൺമെൻറ്? ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് കാണുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, കടുത്ത മാനസിക ശാരീരിക പീഡനാട്ടോ ആ സ്ഥലത്ത് നടന്നുകൊണ്ടുള്ളത്. ന്യൂസിൽ കൊടുക്കുക, ന്യൂസ് കണ്ടിട്ട് കുറേ ആൾക്കാർ അവിടെ തൊഴിലിന് ചെല്ലുക. 10,000 രൂപ സ്റ്റാർട്ടിങ് സാലറി അല്ലേ, സ്റ്റാർട്ടിങ് സാലറി 10,000 എന്നൊക്കെ പറയുന്ന സമയത്ത് തൊഴിലൊന്നും കിട്ടാണ്ട് അല്ലെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ആ ജോലിക്ക് പോകും. കാരണം അവനവൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു പൈസ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വാല്യുബിളാണ്. കാരണം നമ്മളുടെ ഒരു കാര്യത്തിന് നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പോകുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ജോലിക്ക് കയറ്റുക, പിന്നെ അവർക്കൊരു ടാർഗറ്റ് കൊടുക്കുക. കാരണം ഇത് സെയിൽ മേഖലയാണ്, സെയിൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ടാർഗറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ലോക്കൽ ഏരിയയിൽ വരുമ്പോൾ എല്ലാവരും ഇവിടെ എടുക്കുന്നൊന്നും ഞാൻ 100% പറയുന്നില്ല. എടുക്കുന്നവരുണ്ടാവും, എടുക്കാത്തവരുണ്ടാവും. അപ്പോൾ എടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെ ടാർഗറ്റ് എന്ത് ചെയ്യില്ല, അച്ചീവ് ചെയ്യില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ പിള്ളേർ വരുന്ന സമയത്ത് എല്ലാ വീട്ടിലും കയറും. എന്നോട് ചോദിക്കും ഇങ്ങനെ മേലോട്ട് വീടുണ്ട്, അപ്പോൾ ഞാൻ പറയും അങ്ങോട്ട് വീടില്ല, പറമ്പ് മാത്രമാണ്. അത്ര എഫോർട്ട് എടുത്തിട്ടാണ് ഇവരെന്തായാലും പോവുക. അപ്പോൾ ടാർഗറ്റ് നടന്നില്ലെങ്കിൽ കൊടുക്കുന്ന ശിക്ഷകളാണിത്. പക്ഷേ ഈ ശിക്ഷകളുടെ ഇതാണ്, ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് തൊഴിലാളികൾക്ക് അവരുടേതായ റൈറ്റ് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയും ജോലി ചെയ്യാൻ പാടില്ല. റീസെൻ്റ്ലി വേറൊരു സ്ഥാപനത്തെ പറ്റി വലിയ വീഡിയോയും ചർച്ചയും ഡിബേറ്റും കാര്യങ്ങളൊക്കെ വന്നതുപോലെ തന്നെ വന്നൊരു ഡിസ്കഷനിലുള്ള ഒരു സ്ഥാപനമാണത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രൂട്ടലി 12 മണിക്കൂർ കണ്ടിന്യൂസ്, രാവിലെ 7:45 അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ 9 മണിക്കാണ് ഇറങ്ങാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. സ്വന്തം മൊബൈൽ ഫോണ് കാര്യങ്ങളൊക്കെ കയ്യിൽ മേടിച്ച് വെക്കും. കണ്ടിന്യൂസ് ജോലിയാണ്. പിന്നെന്താണ്, ഉറങ്ങാൻ പാടില്ല. പിന്നെ അവരവരുടെ വീട്ടുകാരെ വിളിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നിന്ന് നോക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ വായും കൊണ്ട് പറയാൻ തന്നെ പറ്റുന്നില്ല. അതും ഈ ചെറിയ യങ് പ്രായത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ ചെയ്യാമെന്ന് പറയുമ്പം അവൻ്റെ മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഇത്രയും ക്രൂരത ചെയ്ത് കിട്ടുന്ന പൈസയല്ലേ നീ ഇത്രയും കാലം കഴിച്ചത്, എന്നിട്ട് അത് നിൻ്റെ ശരീരത്തിൽ പിടിപ്പിക്കാൻ തോന്നിയല്ലോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ ഫേമിലോ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു ഹാവ് ടു കം അപ്പ് ആൻഡ് സ്പീക്ക്. ഒരിക്കലും ഇത് സഹിച്ച് നിൽക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനും പാടില്ല. അറ്റ്ലീസ്റ്റ് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അമ്മയും അച്ഛനും കുടുംബമൊന്നുമില്ലേ? സത്യസന്ധമായി പറയും, ഒരാളുടെ അവസ്ഥയെ എത്രത്തോളം രജിസ്ട്രേഷൻ പോലുമില്ലാതെ പെരുമ്പാവൂരിൽ സ്ഥാപനം നടത്തിയാണ് വയനാട് തരുവണ നടത്തുകയാണ് തൊഴിൽ. പേഴ്സണൽ മീറ്റിംഗ് എന്ന വ്യാജേന പെൺകുട്ടികൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പ്രതി രാത്രിയിലെത്തും. അഭിനന്ദിക്കാനെന്ന വ്യാജേന പെൺകുട്ടികളുമായി അടുത്തിടപഴകും. സംഭവം പുറത്തറിയാതിരിക്കാനായി ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളുടെ ഫോൺ ഉൾപ്പെടെ പ്രതി കൈവശപ്പെടുത്തിയിരുന്നു. രജിസ്ട്രേഷൻ പോലുമില്ല. ആഹാ, ചെറിയ കടകൾ ഉണ്ടാവില്ലേ, നല്ല ഈ തട്ടുകടയൊക്കെ പോലത്തെ ഫുഡൊക്കെ ഞാൻ പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ തട്ടുകട പോലെയുള്ള ഫുഡൊക്കെ ചില ആൾക്കാർ തുടങ്ങാൻ ഭയങ്കര ടൈമാണ്. നമുക്കറിയുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ കഞ്ഞി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വയനാട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ രജിസ്ട്രേഷൻ കിട്ടിയില്ല അതാ തുറക്കാത്ത. ഇവിടെ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ കൊല്ലങ്ങളായി വർക്ക് ചെയ്യുന്നു, ഇത്രയും സ്റ്റാഫിനെ വെച്ചിട്ട്, എന്നിട്ട് അതിന് രജിസ്ട്രേഷൻ ഇല്ല. ഇത് നോക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ പണി, ചായ കുടിച്ചിരിക്കലാണ്. ഇത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് നേരെ പീഡനവും ഉണ്ട്. എന്താണ് ഹുബൈയിലെ നിൻ്റെ ഒരു അവസ്ഥ? എത്ര പീഡനങ്ങളാണ് നീ നടത്തിയിട്ടുള്ളത്? പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്ര കാലമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടും വലിയ വിഷയമില്ലാണ്ട് പോവല്ലേ. ഇപ്പോഴാണ് പുതിയതായി ജോയിൻ ചെയ്തൊരു പെൺകുട്ടി വന്നത്. അപ്പോൾ 18 to 23 വയസ്സിനുള്ള പെൺകുട്ടീനെ വിളിച്ചു വരുത്തും. ഹുബൈൽ അത്യാവശ്യം കാണാൻ കുറച്ച് മൊഞ്ചനാണ് എന്നാണല്ലോ അവൻ്റെ വിചാരം.
ആ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചിലവർക്ക് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും മാനേജറാണല്ലോ, കമ്പനീൻ്റെ ഓൾ ഇൻ ഓൾ ആണല്ലോ. രാത്രി 7 മണിക്ക് ശേഷമാണല്ലോ അവർ ചെയ്ത ജോലിക്കുള്ള കൺഗ്രാജുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അതിൻ്റെ ഭാഗമായിട്ട് ചില ടച്ചിങ്സും കാര്യങ്ങളും പീഡനമൊക്കെ ഉണ്ടാവും. എന്തിന് സഹിച്ച് നിൽക്കുക? ഇതൊക്കെ സഹിച്ച് നിന്ന് ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അന്നേരം എൻ്റെ ചെപ്പക്കിട്ട് അടിച്ച് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു അഭിമാനം. ആ റൂമിലുള്ള ഒരു 5 പെൺകുട്ടികൾ കയറി കെട്ടിയിട്ടിട്ട് ഇവനെ പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലുണ്ടായിരുന്ന ഒരു അഭിമാനം. അറിയാം സാഹചര്യമാണ്, സിറ്റുവേഷനാണ്, പക്ഷെ ഡോണ്ട് എവർ സാക്രിഫൈസ് ദിസ് യുവർ ലൈഫ്. സത്യം പറയാം, എനിക്ക് ഈ വീഡിയോനെ പറ്റി അധികം ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഞാൻ ഇത്രയും കാലം എൻ്റെ വീഡിയോയിൽ കീപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സ്റ്റാൻഡേർഡും പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അത്രത്തോളം ഇത്രയും ഈ 2025 തുടങ്ങിയതിന് ശേഷം ഈ ഏപ്രിൽ 5-ാം തീയതി 5 വരെ ഞാൻ കേട്ട ന്യൂസുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. കാരണം അത്രത്തോളം ഇമോഷണലി ആണെങ്കിലും ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഡെഫിനറ്റ്ലി ഇവനെ ദയവ് ചെയ്ത് ടു ദി കോർട്ട് ആൻഡ് ദി പോലീസ് സിസ്റ്റം ആൻഡ് ദി ലീഗൽ സിസ്റ്റം, ഇല്ലെങ്കിൽ നാട്ടുകാരോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ തോന്നിവാസികളെ നിർത്തരുത്. നമ്മളുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടേഴ്സ് എന്ന് വെച്ചാൽ സാമൂഹിക സംരക്ഷകർ എന്ന് പറയുന്ന ടീം ടാഗ് ലൈനിലുള്ള ആൾക്കാർ, പൊളിറ്റീഷ്യന്മാർ, അല്ലെങ്കിൽ പൊളിറ്റിക്സിലൊന്നുമില്ലാണ്ട് ഓരോ സൊസൈറ്റിനെയും നോക്കുന്ന, അല്ലെങ്കിൽ സദാചാര അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീം എന്നൊക്കെ നമ്മൾ പറയുന്ന ടീമല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടെ ഫോക്കസ് ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാർക്കും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. എനിക്ക് ആളുടെ പേര് എനിക്ക് തീരെ കിട്ടുന്നില്ല. ഞാൻ ഈ ന്യൂസ് പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. വിശന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ കെട്ടിയിട്ടിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു ആളില്ലേ, ജനം കാണിച്ച ആ തേജോ വികാരങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടും. ഓക്കെ, ബൈ.